ഹായ്, വെൽക്കം ഓൾ. എൻ്റെ ഒപ്പം ആൽഗയാണ്. ഡി വേൾഡിൻ്റെ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലത്തെ സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ സെക്കൻഡ് ഇയർ. ഹായ് ആൽഗ. ഹൗ ആർ യു? ഗുഡ്. സോ ആൽഗ, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഓഫീസിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. സോ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതേപോലെ ഇവിടുത്തെ എഡ്യൂക്കേഷനെ കുറിച്ചും ആൽഗയ്ക്ക് എന്താണ് പറയാനുള്ളത്? നല്ല യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. നമുക്ക് നാട്ടിൽ നമ്മളൊരു നീറ്റൊക്കെ ഒരു +2 ബേസ്ഡ് കുറേയൊക്കെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഇയറിലേക്ക്. കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, ഹൗ ഈസ് ദ യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, യുവർ ക്ലിനിക്കൽ എക്സ്പോഷർ ഹിയർ? നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ഇയറിലൊന്നും അങ്ങനെ ക്ലിനിക്കൽസ് വരുന്നില്ല, സ്റ്റാർട്ട് ആവുന്നുള്ളൂ. തേർഡ് ഇയർ തൊട്ടാണ് വരുന്നത്. പക്ഷേ പ്രാക്ടിക്കൽസ് ഒക്കെ ആയിട്ട് നമുക്ക് എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരും. നല്ലതാണ്. സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച്, അതായത് ഒരു പെൺകുട്ടി രാജ്യത്ത് പുറത്തു പോകുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ശല്യപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്രൈം കാണാം, ഇങ്ങനത്തെ എന്താണ് നിങ്ങളുടെ സേഫ്റ്റി മെഷേഴ്സ് ബന്യാലുക്കിനെ കുറിച്ച് പറഞ്ഞിട്ട്? നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സീനിയേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് സംസാരിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ പോലീസ് സ്റ്റേഷനിൽ പോവാം. നമുക്കങ്ങനെ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഡി വേൾഡ് എപ്പോഴും കൺസൾട്ട് ചെയ്ത കാര്യത്തിലൊന്നായിരുന്നു നിങ്ങൾക്ക് FMG എക്സാം മാത്രം പാസ്സാവണ്ട, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജർമ്മനിയിലൊക്കെ നമുക്ക് എക്സാം ഇല്ലാണ്ട് തന്നെ പോയി പഠിക്കാം, ബാക്കി ജോബൊക്കെ ചെയ്യാമെന്ന്. അതിൻ്റെ റിയൽ റീസൺ എന്ന് പറഞ്ഞാൽ അനാബിൻ പോലുള്ള ഒരു റെക്കഗ്നേഷനാണ് ബോസ്നിയയിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈസിയായി ജർമ്മനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി മെഡിക്കൽ കൗൺസിൽ എക്സാംസിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്കൊരു ജർമ്മൻ ലാംഗ്വേജിൽ അവരുടെ ഒരു മെഡിക്കൽ നോളജിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഡി വേൾഡ് നാട്ടിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എല്ലാ പ്രോമിസുകളും ഓക്കെ, ഡി വേൾഡ് രീതിയിൽ എനി കൈൻഡ് ഓഫ് കൺസൾട്ടേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഇവിടെ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സോ ഡി വേൾഡ് നാട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ചെയ്തു തരും. പാരൻസിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ നിങ്ങളൊരു സേഫറായൊരു കൺട്രി, സേഫറായ സിറ്റി എന്തായാലും ചൂസ് ചെയ്യുക. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്കറിയാം ഒരു വേൾഡ് റാങ്കിങ്ങിൽ 3000-ലൊക്കെ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ WFME റെക്കഗ്നേഷനൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട്. സോ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങളെ ആ ഒരു മെഡിക്കൽ എക്സ്പോഷർ എത്രയും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഐ ഹാവ് സീൻ യുവർ അനാട്ടമി ലാബ്സ്, ഫിസിയോളജി ലാബ്, മൈക്രോബയോളജി ലാബ്സ്, ഇതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു ചെറിയ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പഠിപ്പിക്കുക. നാട്ടിലത്തെ പോലെ ഒരു 30-40 ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ സ്കൂളിലാണ് 60-70 വരെ സ്ട്രെങ്ത്തിന് പോകുന്നുണ്ട് അല്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് നമ്മൾ കാണുന്നില്ല. ഇല്ല, ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ടോട്ടലായിട്ടൊരു 60-65 ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ അവർ നമ്മളെ 3 ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു മാക്സിമം 20-22 അങ്ങനെ വരുള്ളൂ. അല്ലാതെ ഒരുപാട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടല്ല ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അതായത് ഇവിടെ തിയറി ക്ലാസ്സുകൾ 1, 2, 3 ഗ്രൂപ്പുകൾ ഒരുമിച്ചും പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അവർ 5 to 20 സ്റ്റുഡൻസ് വരെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതേപോലെ എനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, ഡി വേൾഡ് പറഞ്ഞ പോലത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റീസിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് പോരായ്മകളോ എന്തെങ്കിലും പറയാം. ഞാനതൊക്കെ തിരുത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. പിന്നെ നമുക്ക് മെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുക്കിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് പക്ഷെ നമ്മൾ വന്നൊരു കുറച്ച് ഒരു 2 months ഒക്കെ കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. ആ ഒരു വരുന്ന ടൈമിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, എല്ലാ പാരൻസിനോടും മെസ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സർവീസ് അല്ലാത്തതുകൊണ്ടല്ല. അതായത് പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് എൻ്റെ കുട്ടി ആ രാജ്യത്തോട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കില്ലേ. പക്ഷേ എല്ലാ പാരൻസും അറിയേണ്ട കാര്യം, മെസ് ഫുഡ് എന്ന് പറയുന്നത് ഒരു സെയിം മെനു കണ്ടിന്യൂഷനിലോട്ട് പോകുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരും. പക്ഷേ ഇവർക്ക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തന്നെ ഒരുപാട് ബുഫറ്റുകളാണെങ്കിലും ഞാൻ ഈ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ ഒരു ബുഫറ്റ് ഉണ്ട്. സ്റ്റുഡൻസിനായിട്ടുള്ള സ്നാക്സ്, പിസ്സ, ഇങ്ങനെയുള്ള ഒരുപാട് സ്നാക്സും ഡ്രിങ്ക്സും കോഫിയൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ ക്ലാസ് ടൈമിൽ, അതായത് ഒരു ക്ലാസ് പീരീഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്ലാസ് പീരീഡിൻ്റെ ടൈമിൽ അവർക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മെസ് ഫെസിലിറ്റി എവിടെയാണോ അവിടെ പോയി ഭക്ഷണം കഴിക്കാനുള്ള
സമയം ഉണ്ടാവാറില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു ഫെസിലിറ്റി നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ നിർബന്ധിക്കാത്തത്. കാരണം അവർക്ക് അവരുടെ ക്ലാസ്സുകളുള്ള സമയത്ത് യൂണിവേഴ്സിറ്റിയും തന്നെ ചെറിയ സ്നാക്സും ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. അവർ ഈവനിങ് പോയി അവരിഷ്ടത്തിന് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വലിയൊരു അവസരം ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. സോ പാരൻസിനോട് ബോസ്നിയയിലോട്ട് MBBS പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ സ്റ്റുഡൻസിനോടും ആ കുട്ടികളുടെ പാരൻസിനോടും എന്തെങ്കിലും രീതിയിലുള്ള കൺസൾട്ടേഷൻ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് DWorld കോൺടാക്ട് ചെയ്യാം.